എല്ലാവർക്കും എലിവേറ്റർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 16ാം കേരള നിയമസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ്. ആദ്യം തന്നെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ധനം, പൊതുഭരണം, നിയമം, തുറമുഖം. ഇതെല്ലാമാണ് വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ. അടുത്തത് രമേശ് ചെന്നിത്തല, ആഭ്യന്തരം, വിജിലൻസ്. ആരോഗ്യം, ദേവസ്വം എന്നീ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് കെ മുരളീധരൻ. അടുത്തത് സണ്ണി ജോസഫ്, വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം എന്നിവയാണ് സണ്ണി ജോസഫ് കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ. റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എ.പി. അനിൽകുമാർ. ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വനിതാ ശിശുക്ഷേമം, തൊഴിൽ, മൃഗസംരക്ഷണം എന്നിവയാണ്. അടുത്തത് എം. ലിജു, എക്സൈസ്, സഹകരണം എന്നീ പ്രധാനപ്പെട്ട വകുപ്പുകൾ. അടുത്തത് പി.സി. വിഷ്ണുനാഥ്, ടൂറിസം, സാംസ്കാരികം, സിനിമ എന്നീ വകുപ്പുകളാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് റോജി എം. ജോൺ. ടി. സിദ്ദീഖ് കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പാണ് കൃഷി. അടുത്തത് കെ. എ. തുളസി, പട്ടിക വിഭാഗം, പിന്നാക്കക്ഷേമം എന്നീ വകുപ്പുകളാണ് കെ. എ. തുളസി കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ഒ. ജെ. ജനീഷ്, കായികം, ആർക്കിയോളജി, യുവജനക്ഷേമം, രജിസ്ട്രേഷൻ എന്നീ പ്രധാന വകുപ്പുകൾ. പി. കെ. കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പുകളാണ് വ്യവസായം, ഐ.ടി. അടുത്തത് കെ. എം. ഷാജി, ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പ് തദ്ദേശ സ്വയംഭരണം. വി. ഇ. അബ്ദുൽ ഗഫൂർ കൈകാര്യം ചെയ്യുന്നത് ഫിഷറീസ് വകുപ്പ്. പി. കെ. ബഷീർ കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പാണ് പൊതുമരാമത്ത്. അടുത്തത് എൻ. ഷംസുദ്ദീൻ, വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം എന്നീ പ്രധാന വകുപ്പുകളാണ് എൻ. ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യുന്നത്. ഷിബു ബേബി ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വനം വകുപ്പ്, നൈപുണ്യ വികസനം. അടുത്തത് ഗതാഗതം, ജലഗതാഗതം എന്നീ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് സി.പി. ജോൺ. അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഭക്ഷ്യം, പൊതുവിതരണം, ലീഗൽ മെട്രോളജി എന്നിവ. മോൻസ് ജോസഫ് കൈകാര്യം ചെയ്യുന്നത് ജലവിഭവം, ഭവന നിർമ്മാണം എന്നീ വകുപ്പുകൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.